Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ മാസ്റ്റർ ആൽമേറ്റ് ആളാണെങ്കിൽ പതിയെ നടന്ന സിറ്റിയിലേക്ക് വരും. അപ്പൊ ദൂരത്തായിട്ട് മാസ്റ്റർ ആൽമൈറ്റിന്റെ ആ ഒരു വലിയ രൂപം അത് കാണുകയാണ്. അദ്ദേഹം പുറത്തേക്ക് വന്നാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നായിരിക്കും എല്ലാവരോടും പറയാ. ഇപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ശില്പത്തിൽ ഞാനിവിടെ ഇല്ല എന്ന് ആരോ ബോർഡ് എഴുതി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. പക്ഷെ മാസ്റ്ററിനാണെങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല. ആളാണെങ്കിൽ താഴെ വീട് കടന്ന ഇസക്കിന്റെ ആ മാസ്ക് അതെടുത്ത് കയ്യിൽ സേഫായി പിടിക്കും. അതിനുശേഷം അവിടെ നിന്ന് നടന്നു നീങ്ങാൻ ശ്രമിക്കുമ്പോൾ സ്റ്റെയിൻ ആണെങ്കിൽ അവിടേക്ക് വന്ന് ഒരു കത്തി എടുത്ത് മാസ്റ്ററിന്റെ കഴുത്തിൽ വെക്കും. ആൽമേറ്റ് ആണെങ്കിൽ സ്റ്റെയിനെ കണ്ട് അവനോട് പറയും, ഇത് ഞാനാണ് ആൽമേറ്റ്. അതിന് സ്റ്റെയിൻ പറയും, ഒരിക്കലുമല്ല, നിങ്ങൾ അദ്ദേഹത്തിന്റെ വെറും ഒരു കോപ്പി മാത്രമാണ്. അദ്ദേഹത്തെ പോലെ അഭിനയിച്ച അദ്ദേഹം ആവുന്നാണോ നിങ്ങൾ കരുതിയത്? സത്യം പറയും, നിങ്ങൾ ആരാണ്? അതിന് ആൽമേറ്റ് ആണെങ്കിൽ കഷ്ടപ്പെട്ട് ഒരു സെക്കൻഡ് അദ്ദേഹത്തിന്റെ പഴയ രൂപത്തിലേക്ക് വന്ന് വീണ്ടും നോർമലാവും. പക്ഷെ ആ ഒരു രൂപം എടുത്തതുകൊണ്ട് തന്നെ അദ്ദേഹം രക്തം ഛർദ്ദിച്ച് അങ്ങനെ ടയേർഡ് ആവുകയാണ്. ആൽമേറ്റ് ആണെങ്കിൽ അവനോട് പറയും, ഇപ്പൊ നീ കണ്ടില്ലേ, എന്നെ കൊണ്ട് ആ ഒരു പഴയ രൂപത്തിലേക്ക് മാറാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ആയിപ്പോയത്. പക്ഷെ അവൻ വിശ്വസിക്കില്ല. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഈ കൺകെട്ട് വിദ്യ കൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞേക്കാം, പക്ഷെ എന്നെ പറ്റിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് പറയും. ഉടനെ ആൽമേറ്റ് ആണെങ്കിൽ അവനോട് പല കാര്യങ്ങളും പറയും. ഇപ്പോ ആ ഒരു വലിയ പവർ ഉള്ളത് എന്റെ ശിഷ്യന്റെ കയ്യിലാണ്. അവനെ ഒന്ന് സമാധാനിപ്പിക്കാനോ അവനൊന്ന് റെസ്റ്റ് കൊടുപ്പിക്കാനോ പോലും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്ന ആ നിമിഷം വാളെടുത്ത് അവനാണെങ്കിൽ ഇപ്പൊ ആൽമൈറ്റിനെ വെട്ടാൻ ശ്രമിക്കും. അടുത്ത നിമിഷം വെട്ടാൻ വന്ന അവനാണെങ്കിൽ ഇപ്പൊ ആൽമൈറ്റിനെ തൂക്കിയെടുത്ത് ഒരു പാറയ്ക്ക് പിന്നിലേക്ക് പോവാണ്. ആൽമൈറ്റിനാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവില്ല. അപ്പൊ ദൂരത്തായിട്ട് ആ ശീല അവൻ ചൂണ്ടി കാണിച്ചു കൊടുക്കും. ഒരു കൊച്ചു പെൺകുട്ടി അവിടേക്ക് വന്ന് ആൽമൈറ്റിന്റെ ദേഹത്ത് തൂക്കിയിട്ടിരുന്ന ആ ബോർഡ് എടുത്ത് കളഞ്ഞ് അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ പ്രതിമ അത് ക്ലീൻ ചെയ്യുകയാണ്. സത്യത്തിൽ ആ പെൺകുട്ടി എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത്തരത്തിലുള്ള പരിഹസിക്കുന്ന ബോർഡുകളും കാര്യങ്ങളും എല്ലാം എടുത്തു കളഞ്ഞ് ആ ഒരു ശില്പം ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. ആൽമൈറ്റ് അവസാനമായിട്ട് രക്ഷിച്ച പെൺകുട്ടിയാണ് അവൾ. ബിൽഡിങ്ങുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന് അവളെ രക്ഷിച്ച കാര്യം അത് ആൽമൈറ്റ് ഓർത്തെടുക്കുകയാണ്. ഉടനെ ാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നീ അത് കണ്ടോ? ഞങ്ങളുടെ ആൽമൈറ്റിന് അത്രയും പവറും അത്രയും സ്നേഹമുള്ള ഒരാളെ ഈ ലോകത്ത് എവിടെയും കണ്ടെത്താനാവില്ല. നീയൊക്കെ എത്രത്തോളം ശ്രമിച്ചാലും അദ്ദേഹത്തെ പോലെ ആവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ ആക്രോശിക്കും. കൊച്ചു പെൺകുട്ടിയെ കണ്ടോ? അവൾ എത്രമാത്രം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ടെന്ന്. അദ്ദേഹത്തെ പോലെ ഞാനടക്കം ഒരുപാട് പേര് ആൽമൈറ്റിനെ ആരാധിക്കുന്നവരാണ്. സോ അദ്ദേഹത്തിന്റെ തൈലത്ത് പോലും എത്താൻ ഞങ്ങൾക്കോ നിനക്കോ ഒന്നും തന്നെ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ടെററായിട്ട് നടന്നു പോവാണ്. അതൊക്കെ കാണുമ്പോൾ ഇപ്പൊ ആൽമൈറ്റിന് ഒരുപാട് വിഷമോ സന്തോഷമൊക്കെ തോന്നുകയാണ്. അദ്ദേഹം ആ കുഞ്ഞിപ്പെണ്ണിനെ നോക്കും. ആൽമൈറ്റ് തിരിച്ചു വരുന്നുള്ള വിശ്വാസത്തിൽ അവൾ വീണ്ടും വീണ്ടും ആ ഒരു വലിയ പ്രതിമ അതങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവനാണെങ്കിൽ ഒരു പേപ്പർ എടുത്ത് വലിച്ചെറിയും. ഞാനാണ് സ്റ്റെയിൻ. ഞാൻ ഇതിനോടകം 40 സൂപ്പർ ഹീറോസിനെ കൊന്നിട്ടുണ്ട്. അത് ഈ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ കടന്നുപോകും. പെൺകുട്ടിയാണെങ്കിൽ അത് ക്ലീൻ ചെയ്തതിന് ശേഷം സന്തോഷത്തോടു കൂടെ അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചെക്കന്മാര് അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് കുളിക്കുകയാണ്. കച്ചപ്പയ്യനാണെങ്കിൽ എല്ലാവരോട് തമാശ പറഞ്ഞും കളിച്ചും ചിരിച്ചൊക്കെ അങ്ങനെ എൻജോയ് ചെയ്യും. അവനാണെങ്കിൽ തുറന്നു പറയും, ഞാനിപ്പോ പഴയ കച്ചയല്ല, എനിക്കിപ്പോ ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ വിട്ടുതരില്ല, നമ്പർ 1 സൂപ്പർ ഹീറോ പദവി അത് ഞാൻ ആർക്കും വിട്ടുതരില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇസുക്കിനെ കളിയാക്കും. കട്ട് ചെയ്താ ഇവിടെ ഉറാറക്ക അവളാണെങ്കിൽ ഒരുപാട് നേരത്തെ വെർബൽ പോരാട്ടത്തിന് ശേഷം ഇപ്പൊ റെസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ചെക്കന്മാർ കുളിച്ചതിന് ശേഷം തിരികെ റൂമിലേക്ക് കടന്നു വരും. അവരാണെങ്കിൽ ശാന്തമായിട്ട് ഫുഡ് കഴിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും അവന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഹീറോയോടുള്ള പരിഭവം അത് ആ 1 പവറിനെ കുറിച്ചുള്ള കാര്യം അവരോട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളതാണ്. ഇത്രയും റിസ്ക് അവൻ ഒറ്റയ്ക്കെടുക്കുന്ന കാര്യം അതിപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത്. ഇപ്പൊ അവനോട് ചോദിക്കും, സത്യത്തിൽ പവർ ഇല്ലാതെ വലിയൊരു പവർ കിട്ടിക്കഴിയുമ്പോൾ അത് ശരിക്കും ഒരു ഡിഫറെന്റ് ഫീൽ ആണല്ലേ? അതിന് ഹീറോ പറയും, അതെ, സത്യത്തിൽ ആ ഒരു 1 പവർ ഇത് എങ്ങനെയുള്ള പവറാണ്, നിനക്ക് എപ്രകാരമാണ് ഫീൽ ചെയ്യുന്നത് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഫ്രണ്ട്സ് അവനോട് നിർത്താതെ ചോദിക്കാനായിട്ട് തുടങ്ങും. ഹീറോയ്ക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അവൻ കുഴയുന്നത് കണ്ട് ടോഡറോക്കി ആണെങ്കിൽ അവനോട് പറയും, നിനക്കിപ്പോൾ ആവശ്യം ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നതല്ല, നല്ല റെസ്റ്റാണ്. ആദ്യം നീ പോയി റെസ്റ്റ് എടുക്കാനായിട്ട് പറയും. ഹീറോയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ അല്പം ആശ്വാസം. ഹീറോ ആണെങ്കിൽ ടോഡറോക്കിയോട് പറയും, എനിക്ക് മാസ്റ്ററിനെ ഒന്ന് കാണണം. ലാസ്റ്റ് ടൈം ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ഹേർട്ട് ചെയ്തെന്ന് പറയും. അതേസമയം മാസ്റ്റർ ആണെങ്കിൽ പുറത്ത് വന്നിട്ടുണ്ടാവും. പുറത്തുനിന്ന് അകത്തേക്ക് വന്ന മാസ്റ്റർ ആണെങ്കിൽ ആദ്യം ഹീറോയോട് മാപ്പ് പറയാണ്. ഐ എം സോറി, എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിഞ്ഞില്ല. ഹീറോ ആണെങ്കിൽ വണ്ടടിക്കും, അയ്യോ ഇല്ല, നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചു, ഞാനാണ് നിങ്ങളോട് മോശമായി പെരുമാറിയെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം തർക്കിക്കുമ്പോൾ അഷിഡോ ആണെങ്കിൽ ഹീറോയുടെ തലയ്ക്കൊരു കിഴുക്ക് കൊടുക്കും. നീ ആദ്യം മാപ്പ് പറയേണ്ടത് എന്നോടാണെന്ന് പറയും. ആണെങ്കിൽ എല്ലാവരോടും പറയും, എന്റെ പവർ പോയതിനു ശേഷം എന്നെ കൊണ്ടൊന്നിനും കഴിയില്ലായതാണ് ഞാൻ കരുതിയത്. പക്ഷേ സ്റ്റെയിനെ മീറ്റ് ചെയ്തതിനു ശേഷമാണ് ഒരു പവറും ഇല്ലെങ്കിലും ഉരുണ്ട് നിരങ്ങിയിട്ടാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ചെയ്യും എന്ന് മനസ്സിൽ ഉറപ്പിച്ചത്. സോ നിങ്ങൾ ആരും പവർ കുറഞ്ഞതിന്റെ പേരിലോ പവർ ഇല്ലാത്തതിന്റെ പേരിലോ വെറുതെ ഇരിക്കാൻ പാടില്ല. ആറ് കണ്ണിനും തന്നാലായെന്ന് പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യണം.
ഇസുക്ക് ആണെങ്കിൽ അവൻ ചെയ്ത മിസ്റ്റേക്കിനെല്ലാം ആൽമൈറ്റിനോട് സോറി പറയും. ആക്ച്വലി ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അങ്ങനെയൊക്കെ തന്നെ ചെയ്തത്. നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന ഫുഡിന് ഒരുപാട് നന്ദിയുണ്ട്. ഇടയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് നമുക്കിനി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മുൻപോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറയും. ആൽമൈറ്റ് ആണെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് എൻഡവർ ടീമിനെ കാണണമെന്ന് പറയും. കാക്കത്തലയനാണെങ്കിൽ ഓക്സിനോട് അവനോട് എനിക്കൊരു മെസ്സേജ് അയക്കാൻ പറയുമോ എന്ന് മാസ്റ്ററിനോട് ചോദിക്കും. മാസ്റ്റർ ഓക്കെ പറയും. ഇവിടെ എല്ലാവരും എൻഡവറിനെ കുറിച്ച് സംസാരിക്കും. അതിന് ടോഡറോക്കി പറയും അദ്ദേഹത്തിന് എപ്പോഴും ടോബിയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാൻ സമയം, അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് ഇപ്പോൾ വരാത്തത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിൽ പതിയെ കിടന്ന് ഉറങ്ങിയിരിക്കുകയാണ്. ടോഡറോക്കി ആണെങ്കിൽ അവൻ പുതപ്പൊക്കെ പുതപ്പിച്ച് സമാധാനത്തോടു കൂടെ കിടത്തി ഉറക്കും. അതിനുശേഷം ജനങ്ങളെ നോക്കും. ജനങ്ങൾക്കാണെങ്കിൽ പലർക്കും ഇപ്പൊ ടോഡറോക്കിയിൽ അല്പം ഭയമുണ്ട്. കാരണം ടോബി അവൻ എൻഡവറിന്റെ മകനും ടോഡറോക്കിയുടെ ബ്രദറുമാണ്. സോ ഇവരിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ചിന്തിച്ച് അവരാണെങ്കിൽ പാനിക്കാവും. അതേസമയം ജെറോ ആണെങ്കിൽ അവർ ഫെസ്റ്റിവൽ ടൈമിൽ എങ്ങനെയാണ് അടിച്ചു പൊളിച്ച് എല്ലാവരും ടീമായിട്ട് വർക്കൗട്ട് ചെയ്തെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത എൻഡവറിനെയും ഓക്സിനെയും ജീനീസിനെയും കാണിക്കും. അവരാണെങ്കിൽ ആ മൊട്ടത്തലയും ഡോക്ടറിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക. ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോൾ ഡാബുറയുടെ ഡെവലപ്മെന്റ് അത് ഇതുവരെ പോകാമെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് മനസ്സിലാവും, 2 മാസത്തിനുള്ളിൽ തന്നെ ഡാബ്രയുടെ ബോഡി ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു പവർ മുഴുവനായിട്ടും ടേക്ക് ഓവർ ചെയ്യാൻ കേപ്പബിൾ ആവും. ആൽഫാർ 1 ഒരിക്കലും അത്രയും കാലം വരെ വെയിറ്റ് ചെയ്തിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. സോ എങ്ങനെയെങ്കിലും ഡബുറയുടെ ബോഡി അതിൽ വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വരുത്തിയതിനു ശേഷം ആ ഒരു 1 പവർ അത് ഏറ്റെടുക്കാനായിട്ട് അവർ ശ്രമിക്കും. ജീനിസ്റ്റേ ആണെങ്കിൽ ഒരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. ഡാറ്റയുടെ ആ ഒരു സെല്ലിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് അവൻ കൊടുത്തത്. ടെയിൻ ആണെങ്കിൽ ആൽമൈറ്റിനോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ആ ഇൻഫർമേഷൻ സൂപ്പർ ഹീറോസിന് പാസ് ചെയ്തത്. അവൻ ആക്ച്വലി ഒരു സൂപ്പർ ഹീറോ കില്ലറാണ്. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആ ജയിൽ അങ്ങനെ പൊട്ടിത്തകർന്ന് എല്ലാവരും പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്ന സമയം അവിടേക്ക് സ്റ്റെയിൻ വന്ന് ഒരാളെ വെട്ടി താഴെയിടുകയാണ്. സ്റ്റെയിൻ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുമെന്ന് അറിയാനായിട്ട് ഓരോരോ സെല്ലുകളും ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. എല്ലാവരും ഗണ്ണുമായിട്ടായിരിക്കും മരിച്ചു കിടക്കുക. പക്ഷെ ഒരാൾ മാത്രം ഒരു പ്രത്യേകതരം ഡിവൈസുമായിട്ട് കിടക്കുന്നത് കാണും. അവൻ അത് എടുക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും സോൾജിയർ മരിച്ചിട്ടില്ല, അവൻ മരിച്ചതുപോലെ അഭിനയിക്കുകയാണെന്ന് മനസ്സിലാക്കുക. സ്റ്റെയിൻ ആണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കും. ആ ഒരു ഡിവൈസ് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കും. അത് സ്റ്റോറേജ് ഡിവൈസ് ആണെന്ന് അവൻ മനസ്സിലാക്കും. ആ സോൾജിയർ ആണെങ്കിൽ ഗൺ ഉപയോഗിച്ച് അവനെ ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ സ്റ്റെയിൻ ആണെങ്കിൽ ഹായ് ആയിട്ട് അതുമായിട്ട് പുറത്തേക്ക് വരികയാണ്. എത്രയും വേഗം ആൽമൈറ്റിനെ ഏൽപ്പിക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം. പക്ഷെ ആ നിമിഷമായിരിക്കും ആൽമൈറ്റ് റിട്ടയർഡ് ആയെന്നുള്ള കാര്യം അവൻ അറിയുക. കട്ട് ചെയ്ത അതേസമയം ആൽമൈറ്റ് ആണെങ്കിൽ പോലീസിന്റെ അടുത്തേക്ക് വന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. ഇൻഫർമേഷൻസും കളക്ട് ചെയ്യും. ഡോമുറയും ആൽഫാർ 1 അവർ രണ്ടുപേരും റേഡിയോ വേവ്സ് ഉപയോഗിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും. ഇതിലൂടെയാണ് ആ ജയിൽ തകർത്ത് ഡോമുറയുടെ സഹായത്താൽ ആൽഫാർ 1 പുറത്തേക്ക് വരാൻ കഴിഞ്ഞതെന്നും ആൽമൈറ്റ് തിരിച്ചറിയും. അവർ റേഡിയോ വേവ്സിന്റെ സഹായത്താൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. 38 ദിവസത്തിനുള്ളിൽ ആ ഒരു ഡാബുറയ്ക്ക് എന്റെ പവർ ലെവൽ പൂർണ്ണമാക്കാനായിട്ട് കഴിയും. സോ ഇനി അവശേഷിക്കുന്നത് 3 ദിവസം മാത്രമാണ്. നിർണായകമായിട്ടുള്ള 3 ദിവസം. ആൽമൈറ്റിനാണെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. 3 ദിവസം അതൊരു നല്ല സമയം തന്നെയാണ്. എത്രയും വേഗം നമുക്ക് ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് അവരെ കണ്ടെത്തിയേ പറ്റൂ. അതിനുവേണ്ടി പുറം രാജ്യങ്ങളിലുള്ള സൂപ്പർ ഹീറോസിന്റെ സഹായവും ചിലപ്പോൾ നേടേണ്ടി വരും. പക്ഷെ അത് അത്ര എളുപ്പത്തിൽ സാധ്യമാവുന്ന ഒന്നല്ല. ഒരുപാട് പേപ്പർ വർക്ക്സ് അത് ആവശ്യമാണ്. മാത്രമല്ല അവിടെയുള്ള സൂപ്പർ ഹീറോസ് ഇവിടേക്ക് വന്ന അവിടെയുള്ള നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥയും മോശമായി മാറും. ഓൾറെഡി ഇന്റർപോളിൽ നിന്ന് അവർക്ക് റിപ്പോർട്ട് കിട്ടിയതാണ്. അതായത് ലോകം മുഴുവനുള്ള സൂപ്പർ ഹീറോസിന്റെ ഇടയിലും ആൽഫാർ 1 സ്പൈകൾ ഉണ്ടെന്ന്. ഇവിടെ ഇപ്പൈറ്റിന്റെ ശിഷ്യനാണെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് കിട്ടിയ ഉടൻ തന്നെ ഇപ്പൈറ്റിനെ സഹായിക്കാനായിട്ട് കടന്നു വരികയാണ്. കട്ട് ചെയ്ത ഇവിടെ ഹീറോയെ കാണിക്കും. അവനാണെങ്കിൽ വില്ലന്മാരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്ന് കരുതി സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് ബ്ലാക്ക് വെബ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവന്റെ ഓപ്പോസിറ്റ് ഉറാറൊക്കെ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടി അവനെ സമാധാനിപ്പിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.